Every child is a canvas waiting for the brushstrokes of opportunity. Each of them carries a dream within, a spark waiting to glow. At St. Joe's Central School, we nurture those canvas and dreams with care, creativity and confidence. Admission open for the academic year 2026-27. തൃശൂർ പൂരത്തിന്റെ ഭാഗമായി തിരുവമ്പാടി വിഭാഗത്തിനു വേണ്ടി വെടിക്കെട്ട് സാമഗ്രികൾ നിർമ്മിക്കുന്ന മുണ്ടത്തിക്കോട്ടെ കേന്ദ്രത്തിൽ ഇന്ന് ഉച്ചയോടെയാണ് നാടിനെ നടുക്കിയ ഉഗ്ര സ്ഫോടനമുണ്ടായത്. അപകടത്തിൽ ചേലക്കര വെണ്ണൂർ സ്വദേശി സുദർശനൻ മരണപ്പെട്ടു. ഇതോടെ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ ആകെ എണ്ണം 13 ഉയർന്നു. സുദർശനോടൊപ്പം ഉണ്ടായിരുന്ന വെണ്ണൂർ സ്വദേശികളായ വേലായുധൻ, കുമാരൻ, സുമേഷ് എന്നിവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇവർ നിലവിൽ സുരക്ഷിതരാണ്. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ 5 വെടിപ്പുരകൾ പൂർണ്ണമായും തകർന്ന് തരിപ്പണമായി. പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്ന 5 പേരുടെ നില ഇപ്പോഴും അതീവ ഗുരുതരമായി തുടരുകയാണ്. സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതീവ ദുഃഖം രേഖപ്പെടുത്തുകയും മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ അനുശോചനം അറിയിക്കുകയും ചെയ്തു. കേന്ദ്ര സർക്കാർ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും പരിക്കേറ്റവർക്ക് എല്ലാ സഹായങ്ങളും ഉറപ്പാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്ഫോടനങ്ങൾ തുടരുന്നത് രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളി ഉയർത്തുന്ന സാഹചര്യത്തിൽ തീയണയ്ക്കാൻ റോബോട്ടിന്റെ സഹായം തേടുമെന്ന് സംസ്ഥാന ഫയർഫോഴ്സ് മേധാവി നിതിൻ അഗർവാൾ അറിയിച്ചു. ഇതിനായി എറണാകുളത്ത് നിന്നും റോബോട്ടുകൾ ഉടൻ സംഭവസ്ഥലത്തെത്തും. ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള തിരച്ചിലും ഊർജിതമാക്കിയിട്ടുണ്ട്. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അടിയന്തര സഹായവുമായി ദുരന്ത നിവാരണ വകുപ്പ് 50 ലക്ഷം രൂപ പ്രഖ്യാപിച്ചു. സംഭവത്തിൽ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ RDOയ്ക്ക് അന്വേഷണ ചുമതല നൽകി ഉത്തരവിട്ടു. ന്യൂസ് ഡെസ്ക് CCV.